ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, മാത്സിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന പാഠാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് പാഠം എടുക്കുന്നു പറഞ്ഞിട്ട് കമന്റ് ചെയ്തിരുന്നു. അപ്പൊ എന്തായാലും വൈകിയെന്നറിയാം, എന്നാലും നമ്മൾ വേഗം തന്നെ ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഇവിടെ നിങ്ങൾക്ക് കുറെ പോളിനോമിയൽ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പോളിനോമിയലിന്റെ മലയാളമാണ് ബഹുപദങ്ങൾ. ഓക്കെ, ഇതിന് അതായത് ഓരോ പോളിനോമിയലിനും ഒരു ഡിഗ്രി ഉണ്ടാവും. ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈയസ്റ്റ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പോണന്റിനെയാണ് നമ്മൾ വിളിക്കുക ഡിഗ്രി എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ഹൈയസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? 1 ആണ്. അപ്പൊ ഈ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആരാണ്? 1 ആണ്. എങ്കിൽ ഈ ഒരു പോളിനോമിയലിനകത്ത് ഹൈയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ആരാണ്? 2 ആണ്. മനസ്സിലായ? ഹൈയസ്റ്റ് പവർ ആരാണ്? 2 ആണ്. അതുകൊണ്ട് ഇതെന്താണ്? 2 ഡിഗ്രി പോളിനോമിയലാണെന്ന് പറയും. ഇത് 2 ഡിഗ്രി പോളിനോമിയലാണ്. ഓക്കെ, ഇവിടെ എത്രയാണ്? ഹൈയസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പൊ ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു പോളിനോമിയൽ ഫംഗ്ഷന്റെ അകത്ത് ഹൈയസ്റ്റ് ആയിട്ട് വരുന്ന പവർ ഏതാണോ അതിനെയാണ് നമ്മൾ വിളിക്കുക ഡിഗ്രി എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു പാഠത്തിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? സെക്കൻഡ് ഡിഗ്രിനെ കുറിച്ചാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിനകത്ത് പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഡിഗ്രി എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നോക്കിയേ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് എന്ത്? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞെല്ലാവരും, ax² പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് a എന്ന് പറയുന്നത് ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ അത് എന്താവില്ല? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവില്ല. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചില്ല നിങ്ങള്? ഓക്കെ, ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് നമ്മൾക്ക് ഈ എക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാത്ത സംഖ്യകളാണ് ഇത്. ഈ എക്സ് എന്ന് പറയുന്നത് മനസ്സിലായ? ഈ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഈ പാഠത്തിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് എക്സിന്റെ ടേമുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്താണ്? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac ബൈ 2a. ഇതിന്റെ അകത്ത് എക്സ്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, ഇക്വേഷനാണ് എന്തെന്ന് പറയണത്? ഈ തന്നിട്ടുള്ളത്. ഓക്കെ, x² കൂടെ കിടക്കുന്ന ടേമാണ് എന്ത്? a എന്ന് പറയുന്നത്. എക്സിന്റെ കൂടെ കിടക്കുന്നതാണ് ആര്? b എന്ന് പറയുന്നത്. c എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് ടേമാണ്. ഓക്കെ, എക്സ് ഇല്ലാത്ത സംഖ്യയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x² പ്ലസ് 6x പ്ലസ് 8, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇതിനകത്ത് a എത്രയാണ്? b എത്രയാണ്? c എത്രയാണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. a എന്ന് പറയുന്നത് x² കൂടെ കിടക്കുന്നതാണ് a എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ x² കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുമില്ലെങ്കിൽ അതിനർത്ഥം 1 എന്നാണ്. ഓക്കെ, അടുത്തത് b പറയാം. എക്സിന്റെ കൂടെ കിടക്കുന്ന ടൈമാണ് ആര്? b എന്ന് പറയുന്നത്. ആരാണ്? 6. c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടൈം ആണ്, അതായത് എക്സ് ഇല്ലാത്ത ടൈം. അതാരാ? 8. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് എയും ബിയും സിയും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിനകത്ത് അറിയാത്ത ഈ എക്സിന്റെ ടേം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെ? ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച്. ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ബി അറിയണം, എ അറിയണം, സി അറിയണം. അപ്പൊ എയും ബിയും സിയും ഒക്കെ നിങ്ങൾക്ക് ഇക്വേഷനകത്ത് നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കൂലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ക്രിയ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളിവിടെ ഈ റൂട്ടിനകത്ത് ഒരാളെ കണ്ടില്ലേ? റൂട്ട് b² മൈനസ് 4ac. ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നതാണ് എന്ത്? ഡിസ്ക്രിമിനന്റ്. എന്താണ് ഡിസ്ക്രിമിനന്റ് നോക്കാം. അതായത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റെപ്പാണ്. b² മൈനസ് 4ac ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്തും എക്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏതാണ്?
ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ഈ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യുമ്പോൾ നമ്മൾക്ക് ആൻസർ നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോക്ക് -10 ഒരു നെഗറ്റീവ് ആൻസർ അല്ലേ കിട്ടിയത് റൂട്ടിനകത്ത്. ഇങ്ങനെ ഒരു ആൻസർ ആണ് കിട്ടിയതെങ്കിൽ നമുക്ക് പറയാം അവിടെ എന്താ നോ സൊല്യൂഷൻ, അവിടെ സൊല്യൂഷൻ ഇല്ല. ആ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്തില്ല, സൊല്യൂഷൻ ഇല്ല എന്ന് പറയാം നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ. ഇനി റൂട്ടിനകത്ത് 0 ആണ് കിട്ടിയതെങ്കിൽ ആ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ആകെ ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ. ഇനി ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യുമ്പോൾ പോസിറ്റീവ് ആൻസർ ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. പോസിറ്റീവ് ആൻസർ റൂട്ട് 100. ഓക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആൻസർ ആണ് കിട്ടിയതെങ്കിൽ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്തുണ്ടായിരിക്കും, 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയ? ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ബേസിക് കാര്യങ്ങൾക്ക് ഒന്ന് പോവാം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത്. അതൊന്ന് നമുക്ക് പരിചയപ്പെട്ടിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. നമ്മൾ അറിയാത്ത ഒരു സംഖ്യനെ നമ്മൾ എപ്പോഴും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യാറ്, എക്സ് ആയിട്ടാണ് എടുക്കാറ് അല്ലെ. അറിയാത്ത സംഖ്യനെ നമ്മൾ എപ്പോഴും എക്സ് ആയിട്ടാണ് എടുക്കാറ്. ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ നിങ്ങൾ നോക്കിയേ, 5 മോർ ദാൻ എ നമ്പർ അല്ലെ. ഒരു നമ്പർ എന്ന് പറഞ്ഞ ആ സംഖ്യ നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ നമ്മൾ ആ സംഖ്യനെ നമ്മൾ എന്താക്കി എടുത്ത്, എക്സ് ആക്കി എടുത്തു. അതിൽ കൂടെ എത്ര കൂടുതലാണ്, 5 കൂടുതൽ. 5 മോർ ദാൻ എ നമ്പർ, ഒരു നമ്പറിനേക്കാളും 5 കൂടുതൽ അല്ലെ. അപ്പൊ x+5 മോർ ദാൻ ഒക്കെ എന്ന് പറയുമ്പോൾ അത് എന്താണ്, എന്തിനെ സൂചിപ്പിക്കുന്നതാണത്, കൂടുതൽ അല്ലെ. അഡീഷൻ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായി കിട്ടി, എന്താണ്, x+5 എന്ന് കിട്ടിയില്ലേ. 5 ലെസ് ദാൻ എ നമ്പർ, ഒരു നമ്പറിനേക്കാളും 5 കുറവ് എന്നാണ്. ലെസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ഒരു സംഖ്യയെക്കാളും 5 കുറവ്. അപ്പൊ x-5. അടുത്ത് നോക്കിയേ, 3 ടൈംസ് ഓഫ് എ നമ്പർ, ഒരു സംഖ്യയുടെ 3 അല്ലെ, 3 ഇരട്ടി. അതായത് 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3 ഇരട്ടി. ഒരു സംഖ്യ എക്സ്, അതിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3x. 2 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ, 2x. ഓക്കെ. 10 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ, 10x. അങ്ങനെ വരും കേട്ടോ. അടുത്ത നോക്കിയേ, 1 ഔട്ട് ഓഫ് 5 ഓഫ് എ നമ്പർ. 1 ഔട്ട് ഓഫ് 5, 5ല് 1. ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഓഫ് എന്ന് എപ്പോഴും സൂചിപ്പിക്കുന്നതാണ്, പ്രൊഡക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ, മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നതാണ് ഓഫ് എ നമ്പർ. അപ്പൊ 1/5 ഓഫ് എ നമ്പർ. അപ്പൊ എന്താണ്, 1/5 ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ, 1/5x എന്ന് കിട്ടി. അടുത്ത നോക്ക്, എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ, ഒരു സംഖ്യയും അതിന്റെ റെസിപ്രോക്കൽ, മലയാളത്തില് വ്യുൽക്രമം എന്ന് പറയും. ഒരു സംഖ്യ അതിനെന്താക്കി എടുത്തു, എക്സ്. അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താ, 1/x അല്ലെ. 1/8 എഴുതുന്നതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ എന്ന് വിളിക്കുക. ഒരു സംഖ്യയും പിന്നെന്താ പറഞ്ഞത്, അതിന്റെ റെസിപ്രോക്കലും. അപ്പൊ 1/x. അടുത്തത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ, അടുത്തടുത്ത് വരുന്ന തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ. ഇപ്പൊ നമ്മൾ സാധാരണ നോക്കിയ 1, 2, 1ഉം 2ഉം അല്ലെ, ഇത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളല്ലേ, അടുത്തടുത്ത് വരുന്നതാണ്. അപ്പൊ 1നെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ 2 എന്ന് പറയുന്നത് എന്താ, എക്സിൽ കൂടെ എത്ര കൂട്ടണം, +1 അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് ആ സംഖ്യകൾ, എക്സും x+1 കേട്ടോ, എക്സും x+1. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ, ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്, എന്നാലും ഇതിന്റെ അകത്ത് നമ്മൾക്ക് ഈ പാഠത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് അല്ലെ, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ, 2 × L+B, 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഓക്കെ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. പിന്നെ നമുക്കറിയേണ്ടത് പൈതഗോറസ് തിയറമാണ്. പൈതഗോറസ് തിയറം എല്ലാവർക്കും അറിയാല, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തിയറമാണ് പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടനസ് സ്ക്വയർ സമം ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഇത് എല്ലാവർക്കും അറിയാല. പിന്നെ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ അറിയണം, ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട ഒന്നാണ് എന്ത്, ഈ നമ്മൾ ആനുവൽ, അതായത് നമ്മളൊരു ബാങ്കിനകത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ അവിടെ നമുക്ക് ആനുവൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ. എ എന്ന് പറയുന്നത് നമ്മൾക്ക് ആനുവൽ എമൗണ്ട്, നമ്മൾക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന എമൗണ്ട്. ഓക്കെ.
പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ആ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ. നമ്പർ ഓഫ് ഇയർ എത്ര വർഷത്തിനാണ് നമ്മൾ ബാങ്കിൽ ഇടുന്നത് അതിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത് എൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പാഠം പഠിക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്താക്കിയിരിക്കണം, ഓക്കെ ആയിരിക്കണം. എന്നിട്ടേ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതൊക്കെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാം കേട്ടോ. നമുക്ക് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 more than that is 168. വാട്ട് ആർ ദ നമ്പേഴ്സ്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് ഗുണനഫലം എന്നാണ്. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ. ഞാൻ പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്പ്ലിറ്റ് ആക്കാം കേട്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ. എ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എന്താക്കി എടുക്കണം? എ നമ്പർ, ഒരു നമ്പർ അല്ലെ, നമ്പറിനെ ഞാൻ എന്താക്കി എടുത്തു? എക്സ് ആക്കി എടുത്തു. ആൻഡ് 2 more than that, അതായത് അതിനേക്കാളും 2 കൂടുതൽ. 2 more than എന്ന് പറയുമ്പോൾ അതിനേക്കാളും 2 കൂടുതലായിട്ടുള്ള മറ്റൊരു സംഖ്യ. ഇതിന്റെ രണ്ടിന്റെയും എന്താണ്? പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണത്? ഗുണനഫലമാണ്, ഗുണനഫലം. ഓക്കെ, അപ്പൊ ഇവിടെ 2 സംഖ്യകൾ എടുത്തു. ഏതൊക്കെയാണ് തന്നിട്ടുള്ള 2 സംഖ്യകൾ? ഒന്ന് എക്സും മറ്റേ സംഖ്യ ഏതാണ്? x+2 ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഗുണനഫലം എന്ന് പറയുന്നത് എത്രയാണ്? 168 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എക്സ് ഇൻറ്റു x+2 എന്ന് പറയുന്നത് ഈക്വൽ ടു 168 ആണ്. ഈ പുറത്തുള്ള എക്സിനെ ഉള്ളിലുള്ള ടേമുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് എന്താണ്? x². സെക്കൻഡ് എന്താ? ഈ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവർക്കിടയിലുള്ള സൈൻ ഏതാ? പ്ലസ് ആണ്. സോ പ്ലസ് എക്സ് ഇൻറ്റു 2x സമം 168 എന്ന് കിട്ടും. ഓക്കെ, 168. ഇവിടെ നമ്മൾക്ക് ഒരു എളുപ്പ മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് 2 മെത്തേഡ് വഴി ചെയ്യാം. നോക്കട്ടെ, ഇത് ഒന്നാമത്തെ, ഇത് 2 മെത്തേഡ് ഉണ്ട്. ഈ 168നെ ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണെങ്കിൽ x² + 2x മൈനസ് 168 ഈക്വൽ ടു 0. ഈ 168നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് നേരത്തെ ഞാനൊരു ഇക്വേഷൻ പഠിപ്പിച്ചു തന്നില്ലേ? എക്സ് കാണാൻ. എക്സ് സമം -b +/- √b² - 4ac/2a. ഓക്കെ, ഇതിനകത്ത് എ ആരാണ്? x² കൂടുള്ള ടൈമാണ് ആര്? എ എന്ന് പറയുന്നത്. എവിടെ എത്രയാണ്? 1. ബി എന്ന് പറയുന്നത് ആരാ? എക്സിന്റെ കൂടെ കിടക്കുന്ന ടൈം 2. സി എന്ന് പറയുന്നത് ആരാ? -168 ആണ്. -168. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പറയുന്ന വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് x² ടൈം, ഇത് എക്സിന്റെ ടൈം അല്ലെ. എക്സിന്റെ കൂടെ കിടക്കുന്ന ആളാണ് ഒരു 2. ഈ 2ന്റെ പകുതി എടുക്കാം. ഈ 2ന്റെ പകുതി എടുക്കാം. അപ്പൊ നമ്മൾ 2x എഴുതണം കേട്ടോ. x² + 2x അല്ലെ. എന്നിട്ട് എക്സിന്റെ കൂടെ കിടക്കുന്ന ആളാരാണ്? 2. അതിന്റെ പകുതി എത്രയാണ്? 1. ആ 1 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 1 അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇങ്ങനെയായിരുന്നു ഇക്വേഷൻ കിടന്നിരുന്നത്. x² + 2x = 168. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എക്സിന്റെ കൂടെ കിടക്കുന്ന ആൾ ആരാണോ, അതാരാ? 2. അതിന്റെ പകുതി എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അതിന്റെ പകുതി എടുത്തിട്ട് നമ്മൾ 2 സൈഡിലും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെയും ആഡ് ചെയ്തു, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ആഡ് ചെയ്തു. നിങ്ങൾ നോക്കിയ മക്കളെ, ഇത് ഏത് രൂപത്തിലേക്ക് എടുക്കുന്നത്? a² + 2ab + b². ഈ രൂപത്തിലല്ലേ ഇത് കിടക്കുന്നത്? ഈ കിടക്കുന്നത് x² + 2x + 1². ഈ രൂപത്തിലാണ് എന്ത് കിടക്കുന്നത്? ഇത് കിടക്കുന്നത് അല്ലെ. അപ്പൊ a² + 2ab + b² എന്ന് പറഞ്ഞത് എന്തിന്റെ എന്താണ്? എക്സ്പാൻഷൻ ആണ്. a + b² എക്സ്പാൻഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഇതേപോലെ ചുരുക്കിക്കൂടെ? ഇവിടെ എയുടെ ടൈമിൽ ആരാ കിടക്കുന്നത്? എക്സ് ആണ് അല്ലെ. അപ്പൊ എക്സ് പ്ലസ് ബിയുടെ ടൈമിൽ ആരാ കിടക്കുന്നത്? 1 അല്ലെ, ഹോൾ². ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത് ഏത് രൂപത്തിലേക്ക് എടുക്കുന്നത്? a + b² രൂപത്തിലാണ് ഈ കിടക്കുന്നത്. ഇതിനെ ചുരുക്കി എഴുതിയപ്പോ നമുക്ക് എന്തെന്ന് കിട്ടി? x + 1² എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ x + 1² എന്ന് പറഞ്ഞത് ഇതിന് പകരമായിട്ട്, ഇത് മൊത്തത്തിന് പകരമായിട്ട് ഞാൻ താഴെ എഴുതാണ് x + 1
ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 168 പ്ലസ് 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ എത്ര കിട്ടും? 169. എക്സ് പ്ലസ് 1 ഈ സ്ക്വയറിനെ നമ്മൾ കളയണം, കൊടുക്കണം. ഈ സ്ക്വയറിനെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുമ്പോൾ എന്താവും? അത് റൂട്ട് ആവും. റൂട്ട് 169 ആവും. റൂട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒപ്പം പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കണം. റൂട്ട് ഇടുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കണം. എക്സ് പ്ലസ് 1 സമം 169 എത്രന്റെ സ്ക്വയർ റൂട്ട് ആണ്? 13ന്റെ. പ്ലസ് ഓർ മൈനസ് 13. ഓക്കെ. എക്സ് പ്ലസ് ഇതിന് നമ്മള് എന്താണ്? 13. ആദ്യം പ്ലസിന്റെ വെച്ച് ചെയ്യാം കേട്ടാ. എക്സ് പ്ലസ് 1 സമം 13 പ്ലസ് 13. എക്സ് സമം 13 പ്ലസ് 1 അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താവും? -1. എന്ത് കിട്ടും? 12. ഇനി മൈനസ് വെച്ച് ചെയ്യാം. എക്സ് പ്ലസ് 1 സമം -13. ആദ്യം നമ്മൾ പ്ലസ് വെച്ചിട്ടുള്ളതാണ് ചെയ്തത്. ഇനി മൈനസ് വെച്ച് ചെയ്യാൻ പോണ്. പ്ലസ് 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താവും? എക്സ് സമം -13 പ്ലസ് 1 അങ്ങോട്ട് എന്താവും? -1. എക്സ് സമം മൈനസ് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് മൈനസ് ഇങ്ങോട്ട് കൊടുക്കുക. -14. എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി. ഏതൊക്കെയാണ്? 12ഉം അതുപോലെ തന്നെ -14. ഓക്കെ. നിങ്ങൾ നോക്ക്, ഇതേ ആൻസർ തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടുക. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ചെയ്താലും ഈ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പൊ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഓപ്റ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഈ മെത്തേഡാണ് ഇഷ്ടമെങ്കിൽ ഈ മെത്തേഡ് വെച്ച് ചെയ്യാം. ഇതിനകത്ത് വേറെ ഒന്നുമില്ല പഠിക്കാനായിട്ട്. നേരെ നമ്മൾ എയും ബിയും സിയുടെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക, ചെയ്യാം. അത്രേ ഉള്ളൂ. അവിടെ ഈ പറഞ്ഞ പോലെ പ്ലസ് ഓർ മൈനസ് ഇതേപോലെ രണ്ട് ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമുക്ക് ചെയ്യാം. 9 added to the product of two consecutive multiples of 6 gives 729. What are the numbers? അപ്പൊ ഈ ചോദ്യത്തിനൊന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. 9 added 9 ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനകത്തേക്ക്? ദ പ്രൊഡക്റ്റ് ഓഫ് എന്തിന്റെ പ്രൊഡക്റ്റിലേക്ക്? 2 consecutive multiples of 6. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത് വരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ? മൾട്ടിപ്പിൾസ് ഓഫ് 6, 6ന്റെ ഗുണിതങ്ങൾ. ഇപ്പൊ നമുക്കറിയാം 6ന്റെ ഗുണിതങ്ങളാണ് 1 6, 1 × 6 6, 2 × 6 12 അല്ലെ. ഇത് രണ്ടും അടുത്തടുത്ത് വരുന്ന 6ന്റെ ഗുണിതങ്ങളല്ലേ? യെസ്. ഓക്കെ. ഇതിനെ ഞാൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്താല് ഈ സംഖ്യന് എന്തായിരിക്കും നമ്മൾ എടുക്കുക? ഇതിൽ കൂടെ എത്ര കൂട്ടണം? 6 കൂട്ടിയാല്. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അടുത്തടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന രണ്ട് സംഖ്യകൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സും എക്സ് പ്ലസ് 6 എഴുതാം. ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ്, അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6, ഇതിന്റെ പ്രൊഡക്റ്റിലേക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? 9 ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്ന പറയുന്നത്? 729 കിട്ടുന്ന പറഞ്ഞു. 729 കിട്ടും പറയുന്നു. അപ്പൊ നമ്മള് ഉള്ളിലുള്ള ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, പ്ലസ് എക്സ് ഇൻറ്റു 6 എന്ത് കിട്ടും? 6x പ്ലസ് 9 സമം 729. ഇവിടെ നമ്മൾ 6ന്റെ പകുതി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നമുക്ക് ടേം കിട്ടിയിട്ടുണ്ട്. 9 എന്ന് പറയുന്ന ടേം ഉണ്ട്, ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ 9 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്? 3ന്റെ സ്ക്വയർ അല്ലേ 9. അപ്പൊ ഈ 9ന് പകരം നമുക്ക് 3 സ്ക്വയർ എഴുതിക്കൂടെ? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 3 സ്ക്വയർ സമം 729. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിന്റെ എക്സ്പാൻഷൻ അല്ലേ? ഇതിനെ നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? ഇതിൽ എ എന്ന് പറയുന്ന ടൈം ആരാ? എക്സ്. ഇതാരാ? ബി എന്ന് പറയുന്ന ടൈം അല്ലെ? നേരത്തെ എഴുതി കാണിച്ചെന്നില്ലേ ഞാൻ? അപ്പൊ ഇതിനെ ചുരുക്കി നമുക്ക് എങ്ങനെ എഴുതാം? ഇത് മൊത്തത്തിന് നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ സമം എന്ത് കിട്ടി? 729. സ്ക്വയർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താവും? റൂട്ട് ആവും അല്ലെ? എക്സ് പ്ലസ് 3 സമം റൂട്ട് 729. റൂട്ട് ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് മറക്കാതെ ഇടണം. 729 എത്രന്റെ റൂട്ടാ? 27 ആണ്. 27ന്റെ സ്ക്വയർ ആണ് എന്ത്? 729. അപ്പൊ 729 പകരം എന്തെന്ന് എഴുതാം? 27 പ്ലസ് ഓർ മൈനസ് 27. ഇനി നമ്മൾ പ്ലസ് വെച്ചിട്ടും ചെയ്യണം, മൈനസ് വെച്ചിട്ട് ചെയ്യണം. ഓക്കെ. എക്സ് പ്ലസ് 3 സമം ആദ്യം പ്ലസ് വെച്ചിട്ടുള്ളത് 27. എക്സ് സമം 27 മൈനസ് 3 എത്ര കിട്ടും? 24.
ഓക്കെ, ഇനി അടുത്തത് മൈനസ് വെച്ച് ചെയ്യാം. എക്സ് പ്ലസ് 3 സമം -27. അപ്പൊ എക്സ് സമം +3 അങ്ങോട്ടേക്ക് പോകുമ്പോ എന്താവും? മൈനസ് ആവും അല്ലെ. -27 -3 ആവും. അപ്പൊ എന്താവും? മൈനസ് മൈനസും വരുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ -30 എന്ന് കിട്ടി. അപ്പൊ ഏതൊക്കെയാണ് സംഖ്യകള്? എക്സിന്റെ വാല്യൂസ് കിട്ടി, 24ഉം അതുപോലെ തന്നെ -30. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞത്, നേരത്തെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തന്നെ, എന്താ? എക്സ് സമം -b + (-b² - 4ac/2a). അപ്പൊ ഇത് വെച്ച് നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു തരണ്ടേ? ഇപ്പൊ ജസ്റ്റ് നിങ്ങളോട് ഇത് ചെയ്തോളാൻ പറഞ്ഞു, എന്നാലും കുറെ പേർക്ക് സംശയം ഉണ്ടാവും ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഇത് രണ്ട് മെത്തേഡും വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് ഇത് വെച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ 1 സൈഡ് ഓഫ് എ റെക്ടാങ്കിൾ. അപ്പൊ ആദ്യം ഞാനൊരു റെക്ടാങ്കിൾ വരക്കാണ്. ഒരു റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 20 മീറ്റർ ലോങ്ങർ ദാൻ അതർ, അതായത് മറ്റേ സൈഡിനേക്കാളും, ഇപ്പൊ ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഇതിനേക്കാളും 20 മീറ്റർ കൂടുതലാണ് ആർക്ക്? ഈ സൈഡിന്. അപ്പൊ x + 20 ആണ്. എങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 224 ആണ്. 224 മീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ ലെങ്ത് എത്രയാണ്? അതായത് ഈ ലെങ്ത്തും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാം? ഏരിയ കാണാൻ, റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് ആരാ? x + 20 അല്ലെ. x + 20 ഇൻറ്റു ബ്രെഡ്ത്ത് ആരാ? x. ഏരിയ തന്നിട്ട് എത്ര? 224. ഈ എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x² പ്ലസ് x ഇൻറ്റു 20, 20x = 224. ഈ 224നെ നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. x² പ്ലസ് 20x പ്ലസ് 224 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -224 = 0. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ രൂപത്തിൽ എഴുതിയാൽ മാത്രമേ നമ്മൾ എയും ബി സിയും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എ എന്ന് പറയുന്നത് ആരാ? x² കൂടെ കിടക്കുന്ന ടൈമാണ് ആര്? എ എന്ന് പറയുന്നത്. ആരും ഇല്ല, x² കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ല. അപ്പൊ എ എന്ന് പറയുന്നത് 1. ബി എന്ന് പറയുന്നത് ആരവിടെ? +20 ആണ് അല്ലെ. ബി എന്ന് പറയുന്നത് 20 ആണ്. സി എന്ന് പറയുന്നത് ആരാ? -224 ആണ്. സൈൻ അടക്കം നമ്മൾ പറയണം, -224 ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഡിസ്ക്രിമിനന്റ് കാണാം. √b² - 4ac. ബി എത്രയാണ് ഇവിടെ? 20ന്റെ സ്ക്വയർ അല്ലെ. 20² മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് ആരാ? 1 ഇൻറ്റു സി എന്ന് പറയുന്നത് -224. ഇത് റൂട്ടിനകത്താണ് ചെയ്യേണ്ടത് കേട്ടോ. 20ന്റെ സ്ക്വയർ എത്രയാണ്? 400 മൈനസ് 4 ഇൻറ്റു 1 4 അല്ലെ. 4 ഇൻറ്റു 1 4 മൈനസ് 4 ഇൻറ്റു -224 നമുക്ക് എന്ത് കിട്ടും? +896 എന്ന് കിട്ടും. ഓക്കെ, ഇത് റൂട്ടിനകത്ത് എഴുതാം. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1296. റൂട്ട് 1296. 1296 എത്രന്റെ റൂട്ടാണ്? എത്രന്റെയാണ്? ഏത് സംഖ്യയുടെയാണ്? 36ന്റെ. 36ന്റെ സ്ക്വയർ റൂട്ടാണ് 1296. ഓക്കെ, ഇനി നമുക്ക് എക്സ് കാണാം. എക്സ് സമം -b എന്നല്ലേ. -b ± റൂട്ടിന്റെ വാല്യൂ കിട്ടിയപ്പോ എത്രയാണ്? 36/2a. ഓക്കെ, ഇനി ഇവിടെ എഴുതാം. ബി എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഇട്ട് കൊടുത്തു. ബി എന്ന് പറയുന്നത് എത്രയാണ്? 20 പ്ലസ് ഓർ മൈനസ് 36/2a. 2 ഇൻറ്റു 1 2 അല്ലെ. 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ആരാണ്? 1 ആണ്. അപ്പൊ 2 എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് എക്സ് സമം പ്ലസ് വെച്ചിട്ടുള്ള ആദ്യം ചെയ്യാം. -20 പ്ലസ് 36/2. 36ന്ന് 20 കുറക്കുന്നു, എത്ര കിട്ടും? 16. വലുതിന്റെ സൈൻ പ്ലസ് ആയതുകൊണ്ട് +16/2. കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇനി അടുത്തത് ഇവിടെ എന്ത് കൊടുക്കണം? പ്ലസിന് പകരം എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. എക്സ് സമം -20, ഇവിടെ എന്ത് കൊടുക്കണം? മൈനസ് ഇട്ടാ. -36/2. രണ്ടിടത്തും മൈനസ് ആണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യാം അല്ലെ. 36ഉം 20ഉം എത്ര കിട്ടും? 56. എന്ത്?
56/2 എന്ന് കിട്ടും. പിന്നെ 56 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇവിടെ ഒരാൾക്ക് മൈനസ് ഉണ്ടല്ലേ, അതുകൊണ്ട് -28 എന്ന് ഉത്തരം കിട്ടും. ഇവിടുത്തെ ഉത്തരം എന്തെന്ന് കിട്ടും? -28. അപ്പൊ ഏതൊക്കെയാണ് ആ സംഖ്യകള്? 8ഉം -28 ആണ് സംഖ്യകള്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് 8 എന്നും ഒന്ന് -28. അപ്പൊ നമ്മള് റെക്ടാങ്കിളിന്റെ കേസാണ്. അളവുകൾ എപ്പോഴും നമ്മള് മൈനസിൽ പറയോ? -10 സെന്റിമീറ്റർ എന്ന് പറയോ? ഇല്ലല്ല, നമ്മൾ എപ്പോഴും പോസിറ്റീവിലേ പറയുള്ളൂ. പോസിറ്റീവ് ആൻസറിൽ മാത്രമേ പറയുള്ളൂ. അപ്പൊ ഇവിടുത്തെ സൈഡുകൾ ഏതൊക്കെയാണ്? എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 8ഉം ഇതെന്ന് പറയുന്നത് എത്രയാണ്? എക്സ് പ്ലസ് 20 അല്ലെ, അതായത് 8 + 20 എത്രയാണ്? 28. ഒരു സൈഡ് 8ഉം ഒരു സൈഡ് 28ഉം. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 224. അപ്പൊ സംഖ്യകൾ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്തൊക്കെയാണ് 8ഉം അതുപോലെ തന്നെ 28ഉം. മനസ്സിലായി? ഇത് രണ്ടും സംഖ്യകളാണ് കേട്ടോ. ഈ രണ്ട് സംഖ്യകളും മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഏരിയ 224 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് ഇവിടെ നോക്കിയേ. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് എങ്ങനെയാണ്? ഒരു സൈഡ് എക്സും ഒരു സൈഡ് x+20 ആണ് അല്ലെ. ഇത് രണ്ടിന്റെയും ഏരിയ കാണാനുള്ള ഫോർമുല നേരത്തെ എഴുതിയ പോലെ തന്നെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് x+20, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ്. ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 224 കിട്ടുന്നു. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് രണ്ടും കൂടി ഗുണിക്കുക. എക്സും x² പ്ലസ് എക്സ് ഇൻറ്റു 20 എന്ത് കിട്ടും? 20x ഈക്വൽ ടു 224. ഇവിടെ എക്സിന്റെ കൂടെ കിടക്കുന്ന സംഖ്യ എത്രയാണോ 20, അതിന്റെ പകുതി എടുക്കുക. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 അല്ലെ. x² പ്ലസ് 20x പ്ലസ് ഇതിന്റെ പകുതിയാണ് നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. ഇവിടെ 20ന്റെ പകുതി 10² ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ സമത്തിന്റെ അപ്പുറത്തും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഈ 10² നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് ഏത് രൂപത്തിൽ കിടക്കുന്നത്? a+b² രൂപത്തിന്റെ എക്സ്പാൻഷൻ ഫോം ആണ് അല്ലെ. ഇത് നമ്മൾ ചുരുക്കി എഴുതണം. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ചുരുക്കി എഴുതുമ്പോൾ a+b². ഇവിടെ എന്ന് പറഞ്ഞ ടൈം ആരാണ്? എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞ ടൈം ആരാണ്? 10. അപ്പൊ നമ്മൾ ചുരുക്കി എഴുതിയപ്പോ ഇങ്ങനെ എഴുതി അല്ലെ, x+10² ഇതിനെ നമ്മൾ ചുരുക്കി എഴുതിയപ്പോൾ എന്ത് കിട്ടി? x+10² എന്ന് പറയുന്നത് 224 + 10². 224 + 10² എന്ന് പറഞ്ഞാല് 100. അപ്പൊ ഇവിടെ x+10² ഈക്വൽ ടു, അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 324 എന്ന് കിട്ടും. ഈ സ്ക്വയർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താവും? റൂട്ട് ആവും. x+10 സമം √324. റൂട്ട് ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കണം. 324 x+10 സമം 324 എത്രന്റെ സ്ക്വയർ റൂട്ടാണ്? 18ന്റെ സ്ക്വയർ റൂട്ടാണ് എത്ര? 324. എത്രന്റെ? 18ന്റെ സ്ക്വയർ റൂട്ടാണ് എത്ര? 324. 18ന്റെ സ്ക്വയർ ആണ് 324. അപ്പൊ 18 പ്ലസ് ഓർ മൈനസ് 18. ഇനി നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. x+10 സമം പ്ലസ് 18 വെച്ച് ആദ്യം ചെയ്യാം. എക്സ് സമം 18 മൈനസ് 10. എക്സ് സമം എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? മൈനസ് വെച്ച് ചെയ്യാം. x+10 സമം -18. എക്സ് സമം -18 മൈനസ് 10 എത്ര കിട്ടും? -28 എന്ന് കിട്ടും. നിങ്ങൾ നോക്കിയേ, ഇവിടെ -28 കിട്ടി അല്ലെ, 8ഉം കിട്ടി. ഇത് ആൻസർ തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്? 8ഉം -28ഉം. അപ്പൊ ഏത് മെത്തേഡ് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് രണ്ടും എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത്? ഇതാണോ അത് ഇതാണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം, ഈ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടത് കേട്ടോ. കാരണം നമ്മൾക്ക് പോളിനോമിയൽ എന്ന് പറയുന്ന പാഠത്തിനകത്തും നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് പഠിച്ചാല് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പൊ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. നോക്കിയേ, the area and perimeter of a square added together to get 320. അതായത് ഒരു സ്ക്വയർ, ഒരു സമചതുരം, ഈ സമചതുരത്തിന്റെ ഏരിയയും പെരിമീറ്ററും ഒരുമിച്ച് കൂട്ടുക. ഇപ്പൊ സൈഡിനെ നമ്മൾ എ ആക്കി എടുത്തെന്ന് വിചാരിക്കുക.
അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സ്ക്വയർ. എല്ലാ സൈഡ് ഈക്വൽ അല്ലേ? എല്ലാ സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഏരിയ എ സ്ക്വയർ. പെരിമീറ്റർ എന്തായിരിക്കും ഇതിന്റെ? അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ 4 ഇൻറ്റു എ എന്ന് പറയും. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഏരിയയും പെരിമീറ്ററും എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ആഡ് ചെയ്യാനാണ്, ഒരുമിച്ച് ആഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്നാണ്? എ സ്ക്വയർ പ്ലസ് 4a. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഗെറ്റ് 320 എന്ന് പറഞ്ഞ 320 കിട്ടുന്ന പറഞ്ഞ. ഓക്കെ, അപ്പൊ ഏത് മെത്തേഡ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാട്ടോ. ഞാൻ രണ്ടും ചെയ്ത് എല്ലാ ക്വസ്റ്റ്യനിലും 2 മെത്തേഡ് വെച്ച് ചെയ്ത സമയം ഒരുപാട് പോകുന്നത് കൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ എ സ്ക്വയർ പ്ലസ് 4a. ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം എക്സിന് പകരം ഇവിടെ ആര് വന്ന്? എ വന്നെന്ന് മാത്രം. അത് മനസ്സിലായോ? എക്സിന് പകരം ആര് ഏത് വേരിയബിൾ വേണമെങ്കിലും വരാട്ടെ. എ വരാം, വൈ വരാം, ഇഷ്ടമുള്ളത് വരാം. പക്ഷെ നമ്മളെ മൈൻഡിൽ നിന്ന് അത് പോവരുത്. ഇവിടെ എ സ്ക്വയർ പ്ലസ് 4a. ഇവിടെ എയുടെ കൂടെ വരുന്നത് ആരാണ്? 4 ആണ് അല്ലെ? എയുടെ കൂടെ വരുന്നത് ആരാണ്? 4 ആണ്. ഇതിന്റെ പകുതി എടുക്കാം. എ സ്ക്വയർ പ്ലസ് 4a. ഇതിന്റെ പകുതി നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ 4ന്റെ പകുതി 2 സ്ക്വയർ. ഇതന്നെ നമ്മൾ എവിടെ ആഡ് ചെയ്ത് കൊടുക്കണം? റൈറ്റ് സൈഡിലും. ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാണ്. ഇതിനെ നമ്മൾ ചുരുക്കി എഴുതുമ്പോൾ എന്തെന്ന് എഴുതും? എ പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 320 പ്ലസ് 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പൊ എത്ര കിട്ടും? 324. എ പ്ലസ് 2 സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ട് 324. റൂട്ട് വന്നാല് പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കണം, മറക്കരുത്. ഓക്കെ, അപ്പൊ 324 എത്രന്റെ റൂട്ടാണ്? 18ന്റെ അല്ലെ? എ പ്ലസ് 2 സമം പ്ലസ് ഓർ മൈനസ് 18. ഇനി നമ്മൾ പ്ലസ് വെച്ചിട്ടും ചെയ്യാ, മൈനസ് വെച്ചിട്ടും ചെയ്യണം. എ പ്ലസ് 2 സമം പ്ലസ് 18 വെച്ച് ചെയ്യുന്നു. എ സമം 18 പ്ലസ് 2 ഇങ്ങോട്ട് പോകുമ്പോ എന്താവും? ഈ പ്ലസ് 2 ഇങ്ങോട്ട് പോവാണ്, അപ്പൊ മൈനസ് 2 ആവും. എന്ത് കിട്ടും? 18 2 കുറച്ചാല് 16. ഇനി മൈനസ് 2 വെച്ച് ചെയ്യാം. എ പ്ലസ് 2 സമം മൈനസ് 18. ഓക്കെ, അപ്പൊ എ സമം മൈനസ് 18 പ്ലസ് 2 വീണ്ടും ഇങ്ങോട്ട് പോവാണ്, അപ്പൊ എന്താവും? മൈനസ് 2. മൈനസ് 18ഉം മൈനസ് 2ഉം എന്ത് വരും? മൈനസ് 20. ഓക്കെ, സൈഡ് നമ്മൾ എപ്പോഴും എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? പോസിറ്റീവ് ആൻസർ ആയിട്ടാണ് എടുക്കേണ്ടത് അല്ലെ? ഇപ്പൊ നിങ്ങൾ ഇവിടെ പോസിറ്റീവ് ആൻസർ 16, 16ന്റെ സ്ക്വയർ അല്ലെ? 16ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 16ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 256 ആണ്. അതുപോലെ തന്നെ ഇവിടെ 4 ഇൻറ്റു 16, 4 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 64 അല്ലെ? അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 256ഉം പെരിമീറ്റർ എന്ന് പറയുന്നത് 64ഉം. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 324 കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. 256 പ്ലസ് 64, സോറി 324 അല്ല 320 അല്ലേ കിട്ടണമെന്ന് പറഞ്ഞ. അപ്പൊ 6 4 10, ബാക്കി 1, 6 5 11, 11 3 12, ബാക്കി 1 2 3 3. കണ്ട 320 കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മള് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പൊ ഒരുപാട് ചെയ്ത് നമ്മൾ സമയം ഇതാക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ അതൊക്കെ ചെയ്ത് പഠിക്കണം. ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2 ഇക്വേഷൻസ് ഉണ്ട്, 2 മെത്തേഡ് ഉണ്ട്, സോറി 2 മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള മെത്തേഡ് വെച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ നല്ല ക്ലാസ്സുകളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ നമ്മുടെ ഫോക്കസ് ട്യൂഷന്റെ മെമ്പേഴ്സ് ആവാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ മെമ്പേഴ്സ് ആവാം. നിങ്ങളെ കമന്റുകൾ രേഖപ്പെടുത്താം. ഓക്കെ, ബൈ.